ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തടസ്സം കാണിച്ചാൽ, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എതിര് പറഞ്ഞാൽ നേരെ എൻ്റെ ഓഫീസിലേക്ക് ബന്ധപ്പെടുക. ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ ബന്ധപ്പെട്ട് പ്രൈവറ്റ് സെക്രട്ടറിയോട് കണക്ട് ചെയ്യാൻ പറയുക. ഫോൺ കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയുക ഏത് RTO ആണ് അത് തരാത്തതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നടപടി ഉണ്ടാവും. RTOമാർക്കും ജോയിൻറ്റ് RTOമാർക്കും എല്ലാം കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 10 എണ്ണം പരാജയപ്പെട്ടവർക്ക് വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 5 എണ്ണം പ്രവാസികൾക്ക് വേണ്ടി എല്ലാ RTO ഓഫീസിലും എല്ലാ സബ് RTO ഓഫീസിലും റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ. വിശദമായൊരു വീഡിയോ ഞാൻ പിന്നെ പറയാം. ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ RTOയുമായി ബന്ധപ്പെടുക. അവിടുത്തെ ജോയിൻറ്റ് RTOയിലെ RTOയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. കാരണം ഓൺലൈനിലാണ് വരുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും 2-3 മാസം കഴിയും. ഈ വിവരം ഓൺലൈനിൽ ഇട്ടാലും ശരി, നിങ്ങളത് ഓൺലൈനിൽ ഇടുക. അവിടെ ഇരുന്നുകൊണ്ട് വിദേശത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. പല സംസ്ഥാനങ്ങളിൽ നിന്ന് ചെയ്യാം. ഇതിൻ്റെ വെബ്സൈറ്റുണ്ട്. പരിവാഹൻ വെബ്സൈറ്റിൽ കയറിയിട്ട് സാരഥിയിൽ പോയിട്ട് നിങ്ങളത് റിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പലരും തെറ്റിദ്ധരിച്ചിട്ട് കാര്യമുണ്ട്. ഈ ലൈസൻസ് തീർന്നു പോയി അടുത്ത മാസം ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടും. അങ്ങനെയല്ല. 1 വർഷം വരെ നിങ്ങൾക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട്. മാത്രമല്ല ലൈസൻസ് അടുത്ത ജനുവരി തീരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 6 മാസം മുമ്പേ അത് പുതുക്കാനുള്ള സംവിധാനമുണ്ട്. വരുന്ന സമയത്ത് ലൈസൻസ് തീരുന്നതിന് മുമ്പാണ് നാട്ടിൽ വരുന്നതെങ്കിൽ പുതുക്കിയിട്ട് പോവുക. അവന് ഓടിച്ച് കാണിക്കലൊന്നും വേണ്ട. ഇത് പോയാലും 1 വർഷം കൂടി നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട്. അതിനിടയ്ക്ക് ലൈസൻസ് പുതുക്കാം. മറ്റു ചടങ്ങുകളിലേക്ക് പോകേണ്ടതില്ല, താമസിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവധിക്ക് വന്നു പോകുമ്പോൾ പ്രശ്നമില്ല. കാരണം അവധിക്ക് വന്നാലുടൻ തന്നെ RTOയായിട്ട് ബന്ധപ്പെടുക. ഇവ അടുത്ത ജനുവരിയിൽ തീരാൻ പോകുന്ന ഒരു ലൈസൻസാണ്. ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ തന്നെ അത് പുതുക്കാം. സെപ്റ്റംബറിൽ തന്നെ അത് പുതുക്കാം. അത് നേരത്തെ പുതുക്കാം. കാലാവധി കഴിയുന്നതിന് പുതുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരുന്ന സൗകര്യത്തിനനുസരിച്ച് അത് കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിൽ RTOയായിട്ട് ബന്ധപ്പെട്ടാൽ അവർ ഒരു 3-4 ദിവസത്തിനുള്ളിൽ 5 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് നടത്തിയിരുന്നു. ഈ 5 പേർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. 5 സീറ്റ് റിസർവ് ചെയ്യുന്നത്. അത് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർ മാത്രമല്ല, കേരളത്തിന് പുറത്ത് താമസിച്ചിട്ട് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും പോകുന്നവരെ, ജോലിക്ക് പോകുന്നവരെ, അന്യ രാജ്യങ്ങളിലേക്ക് ജോലിക്കും പഠിക്കാനും പോകുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയാണ് 5 സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതെല്ലാ RTO ഓഫീസിലും 5 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തടസ്സം കാണിച്ചാൽ, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എതിര് പറഞ്ഞാൽ നേരെ എൻ്റെ ഓഫീസിലേക്ക് ബന്ധപ്പെടുക. ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ ബന്ധപ്പെട്ട് പ്രൈവറ്റ് സെക്രട്ടറിയോട് കണക്ട് ചെയ്യാൻ പറയുക. ഫോൺ കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയുക ഏത് RTO ആണ് അത് തരാത്തതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നടപടി ഉണ്ടാവും. RTOമാർക്കും ജോയിൻറ്റ് RTOമാർക്കും എല്ലാം കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്കത് ചെയ്തു തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ എൻ്റെ ഓഫീസിൽ വിളിക്കാം. പ്രൈവറ്റ് സെക്രട്ടറി കണക്ട് ചെയ്യാൻ പറയുക. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ നടപടി എടുത്തിരിക്കും. കേരളത്തിന് പുറത്തുള്ളവർക്ക് നല്ലൊരു ആശ്വാസമാണ്. കാരണം ആരും ചെയ്യാത്ത ഇതാണ്. ഇത് പലർക്കും ഇതിനെപ്പറ്റി ഒരു ശരിയായ ധാരണയില്ല. ഈ 1 വർഷം വരെ ഇതിന് കാലാവധി പുതുക്കാൻ ഒരു അവസരമുണ്ട്. ഗ്രേസ് പീരീഡ് ഉണ്ട്. തീരുന്നതിന് മുമ്പേ പുതുക്കാനും അവകാശമുണ്ട്. ഇത് രണ്ടും ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ്